5 കാര്യങ്ങൾ ദൈവം സൃഷ്ടിയിൽ ആത്മമനുഷ്യനെ നോക്കി പറയുക, നീ ഫലപ്രദമാകേണ്ടവനാണെന്ന്, നീ വർദ്ധിക്കേണ്ടവനാകുന്ന, നീ നിറവ് ഭൂമിയിൽ കൊണ്ടുവരേണ്ടവനാണെന്ന്, നീ കീഴടക്കേണ്ടവനാണെന്ന്, നീ വാഴേണ്ടവനാണെന്ന് എന്ന് ആത്മമനുഷ്യനെ നോക്കി ദൈവം ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വാക്കുകളായത്. അപ്പം ഇതെവിടാ കിടക്കുന്നത്? ഈ വാഗ്ദത്തം എവിടെ കിടക്കുന്നത്? ആത്മമനുഷ്യനിലാണ് കിടക്കുന്നത്. സ്പിരിറ്റ് മാനിൽ ഇത് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു എക്സാമ്പിൾ. ഞങ്ങളിത് വാറിങ്ടണിലും പാർട്ടിങ്ടൺ സെല്ലിലും ഒക്കെ പലപ്പോഴും ഷെയർ ചെയ്തൊരു പോർഷനാണ്. ഇപ്പം ബ്ലസൻ ബ്രദറിൻ്റെ മകന് വേണ്ടി ഒരു സൈക്കിൾ മേടിച്ച് പുറത്ത് വെച്ചിരിക്കുക. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയുക, നീ അത് ഓടിച്ചോ, നാളെ തൊട്ട് പുറത്ത് ഓടിച്ചോളാൻ പറയുക. അവന് തീരുമാനിക്കാം, അവൻ്റെ അകത്ത് ആ ഫ്രീഡം വീണു, ഓടിക്കാനുള്ള ഫ്രീഡം വീണു. അവന് തീരുമാനിക്കാം ഇത് എക്സർസൈസ് ചെയ്യണോ വേണ്ടായോ എന്നുള്ളത്. മനസ്സിലായില്ല? ഫലം പുറപ്പെടുവിക്കുക, വർദ്ധിക്കുക, കീഴടക്കുക, നിറയുക, വാഴുക എന്നുള്ളത് എൻ്റെ അകത്ത് കിടക്കുന്ന സ്വർഗം റിലീസ് ചെയ്ത ഫ്രീഡമാണ്. അത് ഭൂമിയിൽ നിറവേറ്റണോ വേണ്ടായോ എന്ന് പുറമേ ഉള്ള ശരീരത്തിന് തീരുമാനിക്കാവുന്ന. ഞാൻ അതിൻ്റെ അകത്തേക്ക് വരാം. അതിന് മുൻപേ അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായുള്ള കാര്യങ്ങളല്ല, പക്ഷേ ശുശ്രൂഷ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയുക. എന്നിട്ട് ഈ പോർഷനിലേക്ക് കയറാം. അവിടെ എഴുതിയിരിക്കുന്ന ആ അധ്യായം നമുക്കറിയാവുന്ന പോർഷനാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, ഒരു തോട്ടം സൃഷ്ടിച്ചു, അതിൻ്റെ അകത്ത്, നിങ്ങൾക്ക് ഈ പോർഷനൊക്കെ സൺഡേ സ്കൂളിൽ പഠിച്ചതല്ലേന്നേ. തോട്ടം സൃഷ്ടിച്ചു, എന്നിട്ട് ആരെയാക്കി? ആദമിനെ എവിടെ ആക്കി? തോട്ടത്തിൻ്റെ അകത്താക്കി. തിരിച്ചറിയണമേ, ഭൂമി നമ്മളെ ഒരു പോർഷനിൽ ദൈവം കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ദൈവ പദ്ധതി അതിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ്. ഏദൻ തോട്ടത്തിൽ കൊണ്ടാക്കി. 2-ാം അധ്യായം, ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ നിങ്ങളത് വായിക്കുവാണെങ്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, ആദമിനെ ഫോർം ചെയ്തിട്ട് ഏദൻ തോട്ടത്തിൽ കൊണ്ടാക്കി. ആ പോർഷൻ വായിച്ചിട്ടുണ്ടോ? 2-ാം അധ്യായത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നേ, ആദമിനെ മെനഞ്ഞിട്ട് ദൈവം ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് കൊണ്ടാക്കിയെന്ന്. നിങ്ങളെ മാഞ്ചസ്റ്ററിലാക്കിയില്ലേ? നിങ്ങളെ ഓൾഡാമിലാക്കിയില്ലേ? നിങ്ങളെ മാക്കസ്ഫീൽഡിലാക്കിയില്ലേ? മിഡിൽട്ടണിലാക്കിയില്ലേ? അച്ഛാ, ദൈവം മെനഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി. തിരിച്ചറിയണം, ദൈവം മെനഞ്ഞെടുത്തിട്ട് ആ ബൗണ്ടറി ഉള്ള ദേശത്ത് കൊണ്ട് നിർത്തിയിരിക്കുക ആദമിനെ. എന്തിനാ? ദൈവ പദ്ധതി അവിടെ ചെയ്യാനാ. ജീസസ് നമ്മളെ മെനഞ്ഞ് സ്വർഗം ഓരോ പട്ടണത്തിൽ സ്വർഗം പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ദൈവ പദ്ധതി നിറവേറ്റാനാ സ്വർഗം കൊണ്ട് നിർത്തിയിരിക്കുന്നതെന്ന്. ഫോം ചെയ്തെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഹി ഫോംഡ് ആഡം ആൻഡ് പ്ലേസ്ഡ് ഹിം ഇൻസൈഡ് ദ ഗാർഡൻ. എന്ന് പറഞ്ഞാൽ, മെനയപ്പെടാൻ പ്രാർത്ഥിച്ചോ, ഒരു പട്ടണം നിന്റെ കയ്യിൽ തമ്പുരാൻ തരുമെന്ന്. ജീസസ് മെനയപ്പെട്ടവന്റെ കരത്തിലാ ഏദൻ തോട്ടത്തെ കൊടുത്തെങ്കിൽ, ജീസസ് മെനയപ്പെടണമെന്ന് ആഗ്രഹമുള്ളവന്റെ കരത്തിൽ സ്വർഗം പട്ടണത്തെ കൊടുക്കുമെന്ന്. ജീസസ് മെനയപ്പെടാൻ തയ്യാറുണ്ടെങ്കിൽ അച്ഛാ, ആ മിഡിൽ സ്റ്റോ അത് തമ്പുരാൻ കരത്തിൽ തരാൻ തയ്യാറാണെന്ന്. സ്വർഗം, ഞാൻ ചോദിക്കട്ടെ, യോസഫെ യാത്രയിൽ മൊത്തം മെനയപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തിനാ? ഒരു മിസ്രൈം നിന്റെ കരത്തിൽ തരണം. ജീസസ്, ഒരു മിസ്രൈം നിന്റെ കരത്തിൽ തരണമെങ്കിൽ, ഒരു മിസ്രൈം മൊത്തം നിന്റെ അധികാരത്തിൻ്റെ അടിയിലാകണമെങ്കിൽ നീ മെനയപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. അതിൻ്റെ അകത്ത് നിന്നെ കൊണ്ടുവന്ന് നിർത്തുക ചെയ്യുന്നത്. ഏലിയ പ്രവാചകനാക്കി മാറ്റി മെനഞ്ഞിട്ട് വേണം അവന് പരിചയമില്ലാത്ത ഇസ്രായേലിൻ്റെ അകത്ത് കയറ്റി ആഹാബിൻ്റെ മുൻപിൽ കൊണ്ട് നിർത്താൻ.
എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ഇന്ന് പകൽക്കാലം എൻ്റെ കൂടെ ഉണ്ടോ? മെനയപ്പെടാൻ തയ്യാറാണെങ്കിൽ, സ്വർഗത്തിൻ്റെ കരത്തിൽ ഫോം ചെയ്യപ്പെടാൻ തയ്യാറാണെങ്കിൽ പട്ടണം നിനക്ക് തരുമെന്ന്. മഹനീയം മാഞ്ചസ്റ്റർ സഭ, ബോൾട്ടൺ, ബേൺലി ക്രൂ, നിങ്ങളോടൊക്കെ ആ ദൈവാത്മാവ് പറയുന്നത്, മെനയപ്പെടുന്നവന് സ്വർഗം പട്ടണം വെച്ചിരിക്കുക, ആ ദേശം വെച്ചിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, മെനയപ്പെട്ടതിൻ്റെ അകത്ത് 3 കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. മെനയപ്പെട്ടവൻ്റെ അകത്ത് പട്ടണം കൊടുത്തു. 1, മെനയപ്പെട്ടവൻ്റെ അകത്ത് റെസ്പോൺസിബിലിറ്റി കൊടുത്തു പട്ടണത്തിൽ ചെയ്യാൻ. മെനയപ്പെട്ടവൻ്റെ അകത്ത് ആത്മസാന്നിധ്യം കൊടുത്തു, ഇത് നിറവേറ്റാൻ ഭൂമിയിൽ. ഇല്ലേ? ആദമിനോടാ പറഞ്ഞേ, ഈ പട്ടണം കാക്കണം, അല്ലേ തോട്ടം കാക്കണമെന്ന്, പരിപാലിക്കണമെന്ന്. അതിനുള്ള കപ്പാസിറ്റിയും കൂടെ കൊടുത്താ താഴോട്ട് വിടുന്നത്. നീ ദൈവസാന്നിധ്യത്തിൽ മെനയപ്പെട്ടെങ്കിൽ, സ്വർഗത്തിൻ്റെ കരത്തിൽ ഫോം ചെയ്യപ്പെട്ട വ്യക്തിയാണെങ്കിൽ, പട്ടണം നിന്റെ കയ്യിൽ തരിക മാത്രമല്ല, അത് നിയന്ത്രിക്കാനുള്ള കഴിവൂടെ തമ്പുരാൻ കരത്തിൽ തരുമെന്ന്. നിന്റെ കുടുംബത്തെ നിയന്ത്രിക്കാനുള്ള കഴിവൂടെ സ്വർഗം തരുമെന്ന്. തമ്പുരാനെ അറിയാത്തവരെ കൺട്രോൾ ചെയ്യാൻ ഉള്ള അഭിഷേകം കൂടെ സ്വർഗം കരത്തിൽ തരുമെന്ന്. തോട്ടത്തിൽ കൊണ്ട് നിർത്തി, ഈ കപ്പാസിറ്റീസ് കൊടുത്തിട്ടാ ദൈവം കൊണ്ട് നിർത്തുന്നത്. അതിൻ്റെ അകത്ത് കൊണ്ട് നിർത്തി. ഓ ജീസസ്, അതിൻ്റെ അകത്തൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, തോട്ടത്തിൽ കൊണ്ടുപോയി നിർത്തുമ്പോൾ ജീസസ്, സൃഷ്ടി വെയിറ്റിംഗാ മെനയപ്പെട്ടവൻ്റെ ശബ്ദം കേൾക്കാൻ. ജീസസ്, ഇല്ലേ? വിശ്വാസമില്ലേ? ഏദൻ തോട്ടത്തിൽ ആദമിനെ കൊണ്ട് നിർത്തിയെങ്കിൽ അതിൻ്റെ അകത്തുള്ള സകല ജീവജന്തുക്കളും റെഡിയാ. ആദമേ, നീ പറയുന്നത് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണെന്ന്. ഇനി അതൊന്ന് റിയാലിറ്റിയിലൊന്ന് ചിന്തിച്ചേ. മെനയപ്പെട്ടവനെ കൊണ്ട് നിർത്തിയാൽ, മാഞ്ചസ്റ്ററിൽ, ക്രൂവിൽ, ബോൾട്ടണിൽ കൊണ്ട് നിർത്തിയാൽ പട്ടണം റിസീവ് ചെയ്യാൻ റെഡിയാണെന്ന്. എക്സാമ്പിൾ പറയാം, ഒരു ഉദാഹരണം പറയാം. യോനയെ നിന്നെ മെനഞ്ഞ് കൊണ്ടുപോയി നിനവയിൽ നിർത്തി ഒരു പട്ടണം നീ കാല് കുത്താൻ വെയിറ്റിംഗാ. നീ വന്നു കഴിഞ്ഞാൽ അവർ മാനസാന്തരത്തിലേക്ക് കടക്കുക. നീ വരണം, മെനയപ്പെട്ട് നീ ആ പട്ടണത്തിൽ കാല് കുത്തിയാ മതി. നിന്റെ അതരത്തിൽ പുറപ്പെടുന്ന ശബ്ദത്തിൽ അവർ മടങ്ങി വരും. ശൗല് മെലീത്തയിൽ കാലുകുത്തിയിട്ട് കാര്യമില്ല. മെനയപ്പെട്ട പൗലോസ് മെലീത്തയിൽ കാലുകുത്തിയാൽ ആ അസാധാരണമായ വിടുതലും സൗഖ്യങ്ങളും ആ പട്ടണത്തിൽ നടക്കുമെന്ന്. മെനയപ്പെട്ട, ഫോം ചെയ്യപ്പെട്ട, ദൈവകരത്താൽ നിർമ്മിക്കപ്പെട്ട, ദൈവകരത്താൽ മാറ്റങ്ങൾ സംഭവിച്ച് ഒരു വ്യക്തി മതി മാഞ്ചസ്റ്ററിൽ, ഒരു വ്യക്തി മതി നിന്റെ NHS-ൽ. 100 പേര് ഇവിടെ ഉണ്ടെങ്കിൽ 100 പേരും NHS-ൽ ഉള്ളവരല്ലേ? നിന്റെ ഡിപ്പാർട്ട്മെന്റിൽ മെനയപ്പെട്ട ഒരാൾ മതി മൊത്തം ക്രിസ്തുവിലേക്ക് തിരിയാൻ, മൊത്തം ക്രിസ്തുവിലേക്ക് അട്രാക്ട് ആവാൻ. You listening to me, those who are going to college, just one person is enough who is formed by Christ to bring your whole department to God. നിന്റെ ശബ്ദം കേൾക്കാൻ സൃഷ്ടി വെയിറ്റിംഗ് ആണെന്ന്. അത് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നീ കാല് കുത്തുന്നിടം വെയിറ്റിംഗ് ആണെന്ന് നീ പറയുന്നത് അനുസരിക്കാൻ വെയിറ്റിംഗാ. നീ എന്ത് പറയുന്നോ അത് റിസീവ് ചെയ്യാൻ വെയിറ്റിംഗ് ആണ്. പട്ടണത്തെ പിടിക്കുന്നവർ എഴുന്നേൽക്കണമെന്ന് പട്ടണത്തെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു തലമുറ. നമ്മൾ പറയുന്നു നമ്മുടെ തലമുറയൊക്കെ, ഈ മാഞ്ചസ്റ്ററിലുള്ള തലമുറകളൊക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ മെനയപ്പെട്ട ഒരു സഭ മതിയെന്നേ, ദൈവകരത്താൽ ഫോം ചെയ്യപ്പെട്ട ഒരു സഭ മതിയെന്നേ. ഈ പട്ടണത്തിൽ ഇറങ്ങി നിന്ന് നീ കൽപ്പിച്ചാൽ മതി, അവർ തിരിയും, അവർ മാറും, അവരിൽ രൂപാന്തരം സംഭവിക്കും. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഏദൻ തോട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട അല്ല മെനയപ്പെട്ട മനുഷ്യനെ കൊണ്ട് നിർത്തിയിരിക്കുക, ഇതിൻ്റെ അകത്ത് കൊണ്ട് നിർത്തിയിരിക്കുക. എന്നിട്ട് അവിടെ നിങ്ങൾ വായിച്ചിട്ടില്ലേ, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം അവൻ ഏകനാണെന്ന് കണ്ട്
ഒരു തക്ക തുണയെ കൊടുത്തു, ഇല്ലേ? ഏകനാണെന്ന് ആര് കണ്ടു? ഈ മനുഷ്യന്റെ പ്രത്യേകത എന്തുവാ? ദൈവ പദ്ധതി ഏദൻ തോട്ടത്തിൽ ചെയ്യുന്ന വ്യക്തി ആദം. എല്ലാ ദിവസവും വെയിലാറുന്ന സമയത്ത് ദൈവ സാന്നിധ്യത്തിൽ ചെല്ലുന്ന വ്യക്തി ആദം. എൻ്റെ കൂടെ ഉണ്ടോ? ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ പറ്റിയാ ദൈവം ചിന്തിച്ചെന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ചെയ്യുകയും ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ പറ്റി ദൈവം ചിന്തിക്കുവാണെന്ന്. നീ പട്ടണത്തിൽ ഒറ്റയ്ക്കല്ലാന്ന്, നിന്നെ കാണാൻ സ്വർഗം ഇറങ്ങി വരുമെന്ന്, ദൈവ പദ്ധതി ഭൂമിയിൽ ചെയ്യുകയും ദൈവ സാന്നിധ്യത്തിൽ നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ പറ്റി സ്വർഗം ചിന്തിക്കുന്നുണ്ടെന്ന്. He is mindful of you. വേറെ ആരും ചിന്തിക്കുന്നില്ല. ഈ 100 ആടിൻ്റെ അകത്ത് ഒരെണ്ണം നഷ്ടപ്പെട്ടു പോകുമ്പം അതിൻ്റെ ചിന്ത എന്തുവാണെന്നറിയോ? ബാക്കി 99 എണ്ണം എൻ്റെ കൂടെ വന്നില്ലല്ലോ അച്ഛാ, എന്നെ നോക്കി വന്നില്ലല്ലോ, എന്നെ തിരക്കി വന്നില്ലല്ലോ. വേണ്ടാന്നേ, ചിന്തിക്കുന്ന ഒരു ഇടയനുണ്ടെന്ന്, ചിന്തിക്കുന്ന നിന്നെപ്പറ്റി ബോധേഡായിട്ടുള്ള ഒരു ദൈവമുണ്ടെന്ന്. നമ്മൾ പലപ്പോഴും പറയുന്നത്, നമ്മളെ ഒരു പട്ടണത്തിൽ, ഒരു സിറ്റിയിൽ സ്വർഗം കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഏദൻ തോട്ടത്തിൽ തനിയെയാണെന്ന്, ഏകനാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവം പ്ലാൻസ് ഇടുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വൈകിട്ട് ഒന്നിച്ച് നടക്കുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ ആദം പോയി പറഞ്ഞോ ഞാൻ ഒറ്റയ്ക്കാ, എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്, ഞാൻ ഏകനാ? എവിടെയെങ്കിലും പറഞ്ഞായിട്ട് എഴുതിയിട്ടുണ്ടോ? ഞാൻ ഏകനാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞോ? ആദമിൻ്റെ കൺസേൺ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആദമിൻ്റെ മൈൻഡിൽ അതുവരെ ഇല്ലായിരുന്നു. ആദമിൻ്റെ മൈൻഡിൽ ഇനിയും വരാൻ പോകുന്ന കാര്യം വരെ ദൈവം ചിന്തിച്ചെന്ന്. ആദമിൻ്റെ ചിന്തയിൽ ഇനിയും സംഭവിക്കാമെന്ന കാര്യം ആദമിന് ചിന്തിക്കാം. അയ്യോ, ഞാൻ ഏകനാണല്ലോ തോട്ടത്തിൽ. അതിനു മുൻപേ ദൈവം പർപ്പസുകൾ ഒരുക്കി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പട്ടണത്തിൽ ദൈവം കൊണ്ടാക്കിയെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു സഹോദരൻ, ഒരു കുടുംബം നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നത്, ഞാൻ ചോദിക്കട്ടെ, ക്ലോക്ക് വർക്ക്സിൽ നിങ്ങളെ 10 കുടുംബത്തെ ഒന്നിച്ചു കൊണ്ട് നിർത്തിയിരിക്കുന്ന എന്തിനാണെന്നാ ചിന്തിച്ചേ? എന്തിനാ തക്ക തുണയെ കൊടുത്തത്? ഏദൻ തോട്ടത്തിൽ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യണം. ദൈവം ഏൽപ്പിച്ചത് ഭൂമിയിൽ ചെയ്യാനാ ഒരുമിപ്പിച്ച് തോട്ടത്തിലാക്കിയതെങ്കിൽ ഇതേ പദ്ധതിയാണ് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന. മാഞ്ചസ്റ്ററിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഒരു സഹോദരനെ, ഒരു കുടുംബത്തെ ചേർത്ത് മാഞ്ചസ്റ്ററിൽ നിങ്ങൾ താമസിക്കുന്നതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ വ്യക്തികളെയും കുടുംബങ്ങളെയും ഒക്കെ തന്നത് എന്തിനാണെന്നറിയാമോ? ഇവിടെ ഒരു ശുശ്രൂഷ ചെയ്യാനാ. നീ ഏകനാണെന്ന് പറയുന്നതിന് മുൻപേ നിനക്ക് വേണ്ടി ഒരു കുടുംബത്തെയും കൂടി ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക തമ്പുരാൻ. നമുക്ക് വേണ്ടി ഒരു കുടുംബത്തെയും കൂടെ തമ്പുരാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക. എന്തിനാണെന്നറിയോ? ഇവിടെ ഒരു ശുശ്രൂഷ ചെയ്യാനുണ്ട്. ഞാനതാ പറഞ്ഞ ക്ലോക്ക് വർക്ക്സിനെ പറ്റിയൊക്കെ നമ്മൾ പാർട്ടിങ്ടൺ സെല്ലിലിരുന്ന് സംസാരിക്കുമ്പം അസൂയ, ഇത്രയും പേരൊക്കെ കൂടെ ഇരിക്കുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു ദൈവ പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയണം. ആ ഏരിയയിൽ, ആ സ്ഥലത്തിൽ, ആ ലൊക്കേഷനിൽ സ്വർഗമാക്കിയെങ്കിൽ അതിൻ്റെ അകത്ത് അതിനെ കാപ്പാൻ, അതിനെ സൂക്ഷിപ്പാൻ, അതിനെ പറ്റി ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് ചെയ്തു തീർക്കാൻ സ്വർഗം ഒരു കൂട്ടരെ കൂട്ടിച്ചേർത്തതാ. ഞാൻ ചോദിക്കട്ടെ, അപ്പം ദൈവം ഇതെല്ലാം ആദമിനെ കൊണ്ട് ആ തോട്ടത്തിൽ കൊണ്ട് നിർത്തി പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അന്നേരം അതിനു മുൻപേ, മെനയുന്നതിന് മുൻപേ ആത്മമനുഷ്യനിൽ ഡിക്ലെയർ ചെയ്ത വാക്യമാണ് നമ്മൾ വായിച്ചേ. നീ ഫലം പുറപ്പെടുവിക്കണം, വർദ്ധിക്കണം, നിറയണം, കീഴടക്കണം, വാഴണം എന്ന് പറഞ്ഞ പല കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യുമോ മനുഷ്യനോട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് ഇവനെ കൊണ്ട് ഭൂമിയിൽ നിർത്തുമ്പം ഞാൻ ചോദിക്കട്ടെ, അതിൽ 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഫലം പുറപ്പെടുവിക്കണം, വർദ്ധിക്കണം. ബാക്കി 4 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ആദ്യത്തെ കാര്യത്തിലാണ്. ഫലം പുറപ്പെടുവിക്കാതെ ബാക്കി 4 കാര്യങ്ങളും യൂസ്ഫുൾ ആവത്തില്ല. ഏദനിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുമ്പോൾ ഫലം പുറപ്പെടുവിക്കാതെ ബാക്കി കാര്യങ്ങൾ റിയാലിറ്റിയിലേക്ക് വരത്തില്ല. നമ്മൾ ആദ്യത്തെ കാര്യം വെച്ച് തുടങ്ങുക. ഓക്കെ, ഇന്ന് ആദ്യത്തെ കാര്യം മാത്രം നമ്മൾ ചിന്തിക്കും. ഫലപ്രദമാകുക. മനുഷ്യനെ നോക്കി പറഞ്ഞിരിക്കുന്നത് ഫലപ്രദമാകുക. ഞാൻ ചോദിക്കട്ടെ,
നമുക്കൊരു കമ്പനി ഉണ്ടെന്ന് വെച്ചു, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയതുകൊണ്ട് ആ രീതിയിലൊക്കെ ചിന്തിക്കുന്നത്. അപ്പം നമുക്കൊരു മാനുഫാക്ചറിങ് കാർ കമ്പനി ഉണ്ടെന്ന് വെച്ചു. നമ്മളൊരു വണ്ടി മാനുഫാക്ചർ ചെയ്ത് പുറത്തു വിട്ടു. അതിൻ്റെ അകത്ത് പല ഫെസിലിറ്റീസ് നമ്മൾ വെച്ചിരിക്കും അച്ഛാ. എന്ന് പറഞ്ഞാൽ 4x4 ഉണ്ട്, അഡ്ജസ്റ്റബിൾ ഷോക്ക് അബ്സോർവർ ഉണ്ട്, പല ഫെസിലിറ്റീസ് അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. വണ്ടിക്ക് ഇത് വല്ലതും അറിയാവോ? ആർക്കറിയാം? സൃഷ്ടിച്ച വ്യക്തിക്കറിയാം. ഫലപ്രദമാകണമെന്ന് ആരാ പറഞ്ഞേ? സൃഷ്ടിതാവാ പറഞ്ഞേ ഫലപ്രദമാകണമെന്ന്. അപ്പം ഫലത്തിൻ്റെ പാറ്റേൺ ചിന്തിക്കേണ്ടത് ആരാ? നമ്മളല്ല. ഡിസൈഡ് ചെയ്യേണ്ട സൃഷ്ടിതാവാ. നമ്മളല്ല അപ്പ് ആൻഡ് ഡൗൺ ചെയ്യേണ്ടത്. ഇത് ഫലപ്രദമാ, ഇത് രീതിയാ, ഇത് ശരിയാ, അല്ല. സൃഷ്ടിതാവിനെ അറിയത്തുള്ളൂ ഇതിൽ നിന്ന് പുറപ്പെട്ടു വരേണ്ട ഫലം എന്താണെന്ന്. അങ്ങനാണെങ്കിൽ സൃഷ്ടിതാവിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കണം, എന്താ തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഫലം? എന്താ പുറപ്പെട്ടു വരേണ്ട എന്നിൽ നിന്നുള്ളതിനുള്ള ചോദ്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ജീസസ്, ബിജു പാസ്റ്ററിൻ്റെ വീട്ടിൽ ഒരു ആപ്പിൾ മരമുണ്ട് ഇല്ലേ പാസ്റ്ററെ? ആ ആപ്പിൾ മരം ഈ വീടിങ്ങനെ കയറുമ്പോൾ വീട്ടിൽ പോയവരുണ്ടോ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് പോകണം, ആപ്പിൾ കിട്ടാൻ വേണ്ടി പോകണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കൂടെ അങ്ങോട്ട് നടക്കുമ്പം വിരലിൽ തന്നെ ഒരു ആസ്ഡയുണ്ട്. ബിജു പാസ്റ്റർ എല്ലാ ദിവസവും രാവിലെ ചിന്തിക്കും. സോറി പാസ്റ്റർ, എക്സാമ്പിളായിട്ട് പറയുക. അപ്പം ബിജു പാസ്റ്റർ രാവിലെ പോയി ചിന്തിക്കും, ഒരു 30 ആപ്പിൾ മേടിച്ചുകൊണ്ട് വന്ന് കയറെ കെട്ടി മരത്തെ തൂക്കിയിടുക. നിങ്ങൾ വരുമ്പോൾ, നമ്മൾ ചെല്ലുമ്പോൾ ആ മരം ഫലം കായ്ച്ചു നിൽക്കുന്നു എന്ന് പറയൂ? പുറമേ ഇല തീരുമാനിച്ചിട്ടോ തണ്ട് തീരുമാനിച്ചിട്ടോ വൃക്ഷം പുറമേ ചിന്തിച്ചിട്ടോ ഒന്നുമല്ല ഫലം പുറപ്പെടുവിക്കുന്നത്. പുറമേ വെക്കുന്നത് ഒത്തിരി നാൾ ഓടത്തില്ല. എൻ്റെ കൂടെ ഉണ്ടോ? പുറമേ നീ സ്നേഹം കാണിക്കാൻ ശ്രമിച്ചാലൊന്നും ഓടത്തില്ല. പുറമേ നീ ക്ഷമിക്കാൻ ശ്രമിച്ചാലൊന്നും ഓടത്തില്ല. പുറമേ എന്തൊക്കെ ഫലം കാണിക്കാമെന്ന് ശ്രമിച്ചാലും പോകത്തില്ല. ഇതിൻ്റെ അകത്ത് ഇല പോലും അറിയാതെ, തണ്ട് പോലും അറിയാതെ അകത്തുനിന്നാ ഫലം പുറപ്പെട്ടു വരുന്നത്. ജീസസ്, ആ മരത്തിൻ്റെ ശില്ലകൾ പോലും അറിയാതെ, അതിനുപോലും വേദനിക്കാതെ, അതിൻ്റെ അകത്തെ പ്രോസസ്സിൽ നിന്ന് ആ ഫ്രൂട്ട് പുറത്തു വരുന്നതെന്ന്. ഫലം പുറപ്പെടുവിക്കുക എന്ന് പറയുന്നത് ഈ മനുഷ്യനെ കൊണ്ട് നടക്കത്തില്ല എന്ന്. എൻ്റെ കൂടെ ഉണ്ടോ? ഈ ജഡത്തിലുള്ള വ്യക്തിക്ക് പറ്റത്തില്ല ക്ഷമിക്കാൻ, ഇതിന് പറ്റത്തില്ല സ്നേഹിക്കാൻ, ഇതിന് പറ്റത്തില്ല ഫലം പുറപ്പെടുവിക്കാൻ. പക്ഷെ ദൈവം സൃഷ്ടിയിൽ പറഞ്ഞത് ഇതിനോടല്ല. ദൈവം പറഞ്ഞത് അകത്തെ മനുഷ്യനോടാ, നീ ഫലം പുറപ്പെടുവിക്കണമെന്ന്. എൻ്റെ കൂടെ ഉണ്ടോ? ആത്മമനുഷ്യനെ നോക്കിയാ ദൈവം പറഞ്ഞ നീ ഫലം പുറപ്പെടുവിക്കണമെന്ന്. സൃഷ്ടിയിൽ പറഞ്ഞത് പൗലോസ് ഗലാത്യരിൽ വന്ന് എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെ, പരിശുദ്ധാത്മാവിൻ്റെ ഫലമോ, ജഡത്തിൻ്റെ ഫലമോ എന്നല്ല പൗലോസ് എഴുതിയ, ആത്മാവിൻ്റെ ഫലമോ എന്ന് പറഞ്ഞാൽ ഇത് അകത്ത് നിന്ന് പ്രോസസ്സ് ചെയ്ത് പുറത്തു വരേണ്ടതാണെന്ന്, അകത്ത് നിന്ന് പുറത്തേക്ക് ഒഴുകേണ്ടതാണെന്ന് ഫലം. ഞാൻ ചോദിക്കട്ടെ, അപ്പം ഫലം പുറപ്പെടണമെങ്കിൽ, അല്ലെ ഫലത്തിൻ്റെ ദൈവം വെച്ചിരിക്കുന്ന ക്രൈറ്റീരിയ വെച്ചൊന്ന് ചിന്തിച്ച്, ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറത്തു വരണം, സ്നേഹിക്കാൻ പറ്റണം. ഇങ്ങനൊരു വാക്യമുണ്ട് ഉൽപ്പത്തി 46 യോസഫിനെ അനുഗ്രഹിക്കുന്ന അപ്പൻ എന്താ പറയുന്നേ? യോസഫ്, ആ വാക്യം ഒന്നിടാവോ? അവിടെ മലയാളത്തിൽ ഫലപ്രദമായ മുന്തിരിവള്ളി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഭാഗം എനിക്ക് വേണ്ടേ. അവിടെ എഴുതിയിരിക്കുന്ന ഹീ ഈസ് എ ഫ്രൂട്ട്ഫുൾ ബൗ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താ ബൗ? വാട്ട് യു മീൻ ബൈ ബൗ? അതിൻ്റെ അർത്ഥം എന്തോ? ബൗ അത് ഇട്ടിട്ടുണ്ടോ? ഇല്ല, 46:22 തോന്നുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ജോസഫ് ഈസ് ലൈക്ക് എ ഫ്രൂട്ട്ഫുൾ ബോ, ഫലപ്രദമായ തണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. 42, 48. അപ്പം അവിടെ തണ്ടെന്ന് പറയുമ്പോൾ എന്തുവാ? ഞാൻ ചോദിക്കട്ടെ, ഒരു മരത്തിൻ്റെ മെയിൻ സ്റ്റെം ആണെന്ന് കൂട്ടിക്കോ. ഇതിൽ നിന്ന് ഒരു ബലമുള്ള, വണ്ണമുള്ള, നീളമുള്ള ഒരു ബ്രാഞ്ച് പുറത്തേക്ക് വരിക.
അതിൽ നിന്ന് ബ്രാഞ്ചസ് ഉണ്ട്. ഈ നീളമുള്ള വണ്ണമുള്ള ശാഖയാ പറയുന്നത് ബൗവെന്ന്. എൻ്റെ കൂടെ ഉണ്ടോ? അതിനെയാ പറയുന്നത് യോസഫിനെ നോക്കിയിട്ട് അങ്ങനെ വിളിച്ചിരിക്കുന്നത്, നീ ഫലപ്രദമായ ആ ബ്രാഞ്ച് എന്നാ ഉദ്ദേശിക്കുന്നത്, ബൗ എന്നാ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്തുവാ? അടുത്ത ലൈനിൽ എഴുതിയിട്ടുണ്ട്, അതിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ശാഖകൾ മതിലിൻ മുകളിൽ. അപ്പം ഫലപ്രദമായ യോസഫ് പടരുമെന്നല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? തണ്ടുണ്ട്, യോസഫിൽ നിന്ന് പുറപ്പെട്ടു വന്നതെല്ലാം അസാധാരണമായ കാര്യങ്ങൾ ചെയ്തെന്ന്. മതിലിന്റെ ബ്ലോക്കിനും മുകളിൽ കയറാൻ കഴിവുള്ളതിനെ യോസഫ് പ്രൊഡ്യൂസ് ചെയ്തെന്ന്. ജീസസ് ഒന്നിനെ പോലും താഴോട്ട് വളർത്തിയെന്നല്ല, മതിലിന് മുകളിൽ കൊണ്ടുപോകാൻ കഴിവുള്ള ഫലം പുറപ്പെടുവിച്ചെന്ന്. ഫലം പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ, ബിജു പാസ്റ്റർ ഇന്ന് പറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞാൽ, നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന, നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന തലമുറകളിൽ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ക്രിസ്തുവിനെ കൈമാറണമെന്ന്. അവർ പ്രശ്നത്തെ അതിജീവിക്കുമെന്ന്. ഫലപ്രദമായ ബോ എന്നാ പറഞ്ഞിരിക്കുന്നത്, ഫ്രൂട്ട്ഫുൾ ബോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അപ്പം ഫലപ്രദമായി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 6-ാം വാക്യം, കൊലോസ്യർ 1:6 ഇങ്ങനൊരു പോർഷൻ പറയുന്നുണ്ട്. സുവിശേഷം മുഖാന്തരം ഫലം പുറപ്പെട്ടു. അതിൻ്റെ ഇംഗ്ലീഷ് ആ ഭാഗം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഡ്യൂ ടു ഗോസ്പൽ, ബിക്കോസ് ഓഫ് ഗോസ്പൽ ഫ്രൂട്ട് കെയിം ഔട്ട് ഓഫ് ദം ത്രൂ ഔട്ട് ദ വേൾഡ് എന്നുള്ള പോർഷനാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സുവിശേഷം ആ ഫലം പുറപ്പെടുവിക്കുന്നതെന്ന്. സുവിശേഷം ആരാ? ക്രിസ്തു ആ ഫലം പുറപ്പെടുവിക്കുന്നതെന്ന്. നമ്മുടെ കഴിവാലല്ല, ക്രിസ്തുവിനെ റിസീവ് ചെയ്താൽ, വചനം റിസീവ് ചെയ്താൽ, വചനം അകത്ത് കയറിയാൽ അത് ഫലം പുറപ്പെടുവിക്കുമെന്ന്, അത് റിസൾട്ട്സ് പുറത്ത് കൊണ്ടുവരുമെന്ന്. അപ്പം ഫലം പുറത്തു വരണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ആര് വേണം? വചനം വേണം, ക്രിസ്തു വേണം. വചനമെന്ന ആത്മാവാം പരിശുദ്ധാത്മാവ് അകത്ത് വേണം. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവിടെ ഫിനിഷ് ചെയ്യാം, വേഗം തീർക്കാം. മീഖ 7:1-2 ഒന്ന് വായിക്കാവോ? അല്ലെ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാലും മതി. മീഖ 7:1-2 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതൊന്ന് സമ്മറൈസ് ചെയ്ത് ഞാൻ പറയാം. 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഐ ആം എ പേഴ്സൺ ഹൂ ഈസ് വെൻ ടു പിക്ക് ഫ്രൂട്ട്സ്. ഞാൻ ഫലം പറിക്കാൻ പോകുന്ന വ്യക്തിയാ. ദൈവം സിംബലൈസ് ചെയ്ത് പറയുക, ഫലം പറിക്കാൻ പോകുന്ന വ്യക്തിയാ. പക്ഷേ ഫലമൊന്നും ലഭിച്ചില്ല. എന്നിട്ട് 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ഭൂമിയിലെങ്ങും ദൈവ മനുഷ്യരെ കാണാനില്ല. ദർ ഇസ് നോ ഗോഡ്ലി മെൻ ഓൺ ദ ഫേസ് ഓഫ് ദി എർത്ത്. എന്ന് പറഞ്ഞാൽ ഫലവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എന്താ? ദൈവ മനുഷ്യരെ ആ ഫലമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രിങ് ഫോർത്ത് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ മക്കളെയാണെന്ന്. യു നീഡ് ടു ബ്രിങ് ഓർ ബിൽഡ് അപ്പ് ഓർ ബർത്ത് പീപ്പിൾ ഇൻ ക്രൈസ്റ്റ്. അങ്ങനത്തെ ശിഷ്യന്മാരെ, അങ്ങനത്തെ തലമുറകളെ ഉയർത്തി കൊണ്ടുവരുന്നത് ആ ഫലമെന്ന് ദൈവം ഉദ്ദേശിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ചിന്തിച്ചതാ. സൃഷ്ടിയിൽ ദൈവം മനുഷ്യനോട് നോക്കി സംസാരിച്ചു, ആത്മമനുഷ്യനെ നോക്കി സംസാരിച്ചു, ആത്മമനുഷ്യനെ ബലപ്പെടുത്തി. ക്രിസ്തു തടാകം ക്രോസ് ചെയ്ത് ഗനസരയത്തിലേക്ക് പോയി. എന്ന് പറഞ്ഞാൽ ഗനസരയത്ത് ജനം താമസിക്കുന്നിടത്തേക്ക് പോയി. അവിടെ പോയപ്പോൾ എന്ത് കണ്ടെന്ന് എഴുതിയിരിക്കുന്നത്? അവിടെ ആരാ ഫേസ് ടു ഫേസ് വന്നേ? അകത്ത് ദുരാത്മാവ് ബാധിച്ച ഒരു വ്യക്തി എങ്ങോട്ട് വന്നു? എതിരെ വന്നു. അവനെ പറ്റി അവിടെ എന്താ എഴുതിയിരിക്കുന്നത്?
അവനെപ്പറ്റി അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അവൻ്റെ ദേഹത്ത് ചങ്ങലകൾ ഇട്ടിരുന്നു, അവൻ അത് പൊളിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ട് പൊളിക്കാൻ ഒക്കാത്ത ഒരു ചങ്ങല ആയതുകൊണ്ട് അവൻ പൊളിച്ചെന്ന് സ്പെസിഫിക്കലി എഴുതിയിരിക്കുന്നത് ആണോ? അവൻ ദേഹോദ്രവം ചെയ്യുമായിരുന്നു സ്വന്തമായിട്ട്. അവൻ തുണിയില്ലാതെ അവൻ ആ ഗുഹയ്ക്കകത്തൊക്കെ പോയി താമസിക്കുമായിരുന്നു. ഞാനിതൊരു എക്സാമ്പിളായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ ഞാനൊന്ന് പറയുക. ദുരാത്മമണ്ഡലം ബാധിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഡീമോണിക് സ്പിരിറ്റ് അകത്ത് കൺട്രോൾ ചെയ്ത ഒരു വ്യക്തി, അവൻ്റെ പുറത്ത് ബാധിച്ച ചങ്ങലയെ തകർക്കാൻ പറ്റി. എങ്ങനെ? എന്താ റീസൺ? അകത്തുള്ളതിൻ്റെ ശക്തി എവിടെ വന്നു? പുറത്തു വന്നു. അങ്ങനെ അവൻ്റെ ദേഹത്തില്ലായിരുന്ന ഒരു ശക്തി പുറത്തു വന്നതുകൊണ്ട് അവൻ ചങ്ങല പൊളിച്ചേ ആണോ? എന്ന് പറഞ്ഞാൽ അകത്തുള്ള ദുരാത്മാവിൻ്റെ ശക്തി അവൻ്റെ കരത്തിൽ വ്യാപരിച്ചു, പുറമേ വ്യാപരിച്ചു, ചങ്ങല തകർത്തു. അതൊന്ന് മാറ്റി നിർത്തിക്കേ. ഇനി സൃഷ്ടിതാവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്താൽ ഒന്ന് ചിന്തിത്തേ. നമ്മൾ പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, കൃപയുടെ ശക്തി എന്നൊക്കെ നമ്മൾ പറയുന്നല്ലോ. ഈ ബലം അനുഭവിച്ചിട്ടുണ്ടോ? ഈ ബലം അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ ദുരാത്മമണ്ഡലത്തിൻ്റെ എക്സാമ്പിൾ ആദ്യം പറയാൻ കാരണം നമ്മൾ ഇതൊക്കെ ആദ്യം ചിന്തിക്കുന്ന ഭാഗം അതൊന്ന് മാറ്റി നിർത്തിയിട്ട് ഇനി സൃഷ്ടിതാവിൻ്റെ ആത്മാവ് നിന്റെ ആത്മമനുഷ്യനെ പൂർണ്ണമായി കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ചേ. അങ്ങനെ ഒന്ന് ചിന്തിച്ചേ. ആത്മമനുഷ്യനെ പൂർണ്ണമായി പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുവാണെങ്കിൽ പൗലോസ് ചെയ്തത് ചെയ്യാൻ പറ്റും. പുറമെ പാമ്പ് കടിച്ചപ്പോൾ കുടഞ്ഞിടാൻ പറ്റും. നിന്റെ ശരീരത്തിൽ എന്തേഷണമെന്ന് അകത്തുള്ള പരിശുദ്ധാത്മാവ് തീരുമാനിക്കുമെന്ന്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ പുറമേയുള്ള ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റുമെന്ന്. എൻ്റെ കൂടെ ഉണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി 100% ആത്മമനുഷ്യനെ കൺട്രോൾ ചെയ്താൽ നിന്റെ നിഴല് സൗഖ്യമാകുമെന്ന്. നിന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രത്തിലും ശക്തി വ്യാപരിക്കുമെന്ന്. എന്താണെന്നറിയാമോ? ബിക്കോസ് യു ആർ സറൻഡേർഡ് 100% ടു ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് കൺട്രോൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇത് പുറത്തറിയും. ഞാൻ പറയട്ടെ, പത്രോസും യോഹന്നാനും ചെന്ന് സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ മുൻപിൽ ഇരിക്കുന്ന ആലയത്തിൻ്റെ മുൻപിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അടുത്ത് ചെന്ന് തൊടാനും എടുക്കാനും ഒന്നും പോയില്ല, പറഞ്ഞതേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ഇത് ക്രിയേറ്റീവ് ഹോളി സ്പിരിറ്റാ. ക്രിയേഷൻ ഉണ്ടാക്കുന്ന അഖിലാണ്ടത്തെ നിർമ്മിച്ചവന്റെ പരിശുദ്ധാത്മാവാ നിന്റെ അകത്ത് കിടക്കുന്നത്. നീ തൊട്ടില്ലേലും നീ ഫോണിൽ കൂടെ വിളിച്ച് പ്രാർത്ഥിച്ചാലും നീ ആ ഭൂഖണ്ഡം മാറി ജീവിച്ചാലും നിന്റെ പ്രാർത്ഥനയിൽ ചലിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന്. അതെന്താണെന്നറിയാമോ? കരത്തിൽ മാത്രമല്ല അധരത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ ശക്തി ചലിക്കുമെന്ന്. ഓ റൈറ്റന റുഡവന ഘടക ദുനിയാർച്ചന റൈഡൽ പ്രഭാരകന ദുനിയാർജാരാധനിയാർച്ചനെ ഓ റഗാധനിയാർച്ചന പ്രഭാരകൽച്ചന. പരിശുദ്ധാത്മാവിൻ്റെ ഞാൻ ചോദിച്ചിട്ടില്ലേ, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ദുരാത്മാവിനെ ഇറക്കി വിടുമ്പോൾ ഒരു അസാധാരണ ശക്തിയൊക്കെ പുറത്ത് നിന്ന് കാണിക്കുന്ന കണ്ടിട്ടില്ലേ? ഇത് ഫിസിക്കലി പുറത്തു വരുമെന്ന് ആ ശക്തി. അപ്പം എൻ്റെ സൃഷ്ടിതാവിൻ്റെ ശക്തി എൻ്റെ കരത്തിൽ വരത്തില്ല എന്നാണോ പറയുന്നത്? എന്നെ സൃഷ്ടിച്ചവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ കരത്തിൽ വരത്തില്ല എന്നാണോ പറയുന്നത്? നിന്റെ കരത്തിൽ തന്നാൽ വർദ്ധിക്കത്തില്ല എന്നാണോ പറയുന്നത്? പരിശുദ്ധാത്മാവാ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ അപ്പമെടുത്ത് കരത്തിൽ വെച്ചാൽ വർദ്ധിക്കുമെന്ന്. ഹോളി സ്പിരിറ്റ് കൺട്രോൾഡ് ലൈഫ്. അതിനെപ്പറ്റിയാണ് പൗലോസ് പറയുന്നത്. ആത്മാവിൽ നടക്കണമെന്ന്, ആത്മാവിൽ ചിന്തിക്കണമെന്ന്, ആത്മാവിൽ സംസാരിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നിന്റെ ഓരോ ചലനങ്ങളും സംഭവിക്കണമെന്ന്. ഒറ്റ കാര്യം കൂടെ പറയാം. ഈ ദുരാത്മമണ്ഡലത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ.
ദുരാത്മമണ്ഡലത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഇതിനെ ഇറക്കി വിടുമല്ലോ. അച്ഛാ, ദൈവദാസന്മാർ വന്ന് നിന്ന് ഇതിനെ ഇറക്കി വിടും. അപ്പം ഇതൊരു മുഖം കാണിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇമേജ് കാണിക്കും. ഏത് ഇമേജാ? അകത്തുള്ളതിൻ്റെ ഇമേജാ കാണിക്കുന്നത്, ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുറമേ കാണിക്കുന്നത് എന്താ? അകത്തുള്ളതിൻ്റെ സ്വരൂപമാ പുറത്ത് കാണിക്കുന്നത്. പരിശുദ്ധാത്മാവാണെങ്കിലോ അകത്ത്, പരിശുദ്ധാത്മാവാണെങ്കിലോ അകത്ത്, നിന്നെ കൺട്രോൾ ചെയ്യുന്ന ഹോളി സ്പിരിറ്റ് ആണെങ്കിലോ അകത്ത്, നിന്നെ കൺട്രോൾ ചെയ്യുന്ന ഹോളി സ്പിരിറ്റ് ആണെങ്കിലോ ഇമേജ് വരുന്നത് ക്രിസ്തുവിന്റെ ഇമേജ് ആണെന്ന്, പുറത്ത് വരുന്നത് ക്രിസ്തുവിന്റെ ഇമേജ് ആണെന്ന്, പുറത്ത് റിവീൽ ചെയ്യുന്നത് ക്രൈസ്റ്റ് ആണെന്ന്. ഓ ജീസസ്. ഞാൻ ചോദിക്കട്ടെ, സൃഷ്ടിയിൽ ശത്രു ദൈവം കൊടുത്തത് സകലവും എടുക്കാൻ നോക്കുക. ഏതാ? അവനെ ഞാൻ എൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചേ. ശത്രു പറയുന്നത്, ഭൂമിയിൽ ഞാൻ ഒരുത്തനെ പോലും നിന്റെ സാദൃശ്യത്തിൽ വിടത്തില്ല എന്ന് പറയുമ്പോൾ, ക്രൂശിൽ വന്ന് കാൽവറിയിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന നീ ക്രിസ്തുവിൻ്റെ ഇമേജിനെ കാണിക്കുന്നത്. ശത്രുവിൻ്റെ വെല്ലുവിളിയെ നീ തകർക്കുവാണെന്ന് തിരിച്ചറിയണം. അവൻ അർത്ഥന, നീ ആ സ്വരൂപത്തെ ഭൂമിയിൽ ക്യാരി ചെയ്യുവാണെന്ന്. ആ ഇമേജിനെ ക്യാരി ഫോർവേഡ് ചെയ്യുവാന്ന്. ഫലപ്രദമാകുന്നതെന്ന് പറഞ്ഞാൽ ഇമേജ് ട്രാൻസ്ഫർ ചെയ്യുക. ഇമേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഫലപ്രദമാകുക എന്ന് പറഞ്ഞാൽ നീ ആ സ്വരൂപം ട്രാൻസ്ഫർ ചെയ്യുക. ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിൽ അടുത്ത തലമുറ എഴുന്നേൽക്കണം. ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിൽ നിനക്കടുത്ത തലമുറയെ വളർത്താൻ പറ്റണം. ഓ ജീസസ്. ഞാൻ പറയട്ടെ ആ ശക്തിയുടെ ഇനി നിങ്ങൾ ചിന്തിക്കണം, ഈ ശക്തിയുടെ വലിപ്പം എന്താണെന്ന്. ഈ ശക്തിയുടെ വലിപ്പം എന്താണെന്ന് ഇനിയും നിങ്ങൾ തിരിച്ചറിയണം. ആത്മമനുഷ്യനെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ വിട്ടുകൊടുത്താൽ നീ ക്രിസ്തുവിൻ്റെ ഇമേജ് ബെയർ ചെയ്യും. നീ പ്രാർത്ഥിക്കുന്നത് സൗഖ്യമാകും, നീ പറയുന്നത് സംഭവിക്കും. അത് ഈ ജീസസ് 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 റൈഡൽ ജരാധന ഗടാധന. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട ഒരു അബ്രഹാമും സാറയുമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന ശരീരം ബലഹീനമായപ്പോൾ, ശരീരത്തിന് ബലമില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു. അച്ഛാ, അമ്മമ്മേ, അവർ ശരീരത്തിൽ ബലമില്ല എന്ന് തിരിച്ചറിഞ്ഞു. അവരനുസരിച്ച ശബ്ദമുണ്ടല്ലോ, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദം അവരനുസരിച്ചെങ്കിൽ ആ ശക്തിയാ അവരിൽ പുറത്തു വെളിപ്പെട്ടത്. തലമുറയായി പുറത്തു വരാൻ കാരണം ആ വചനത്തിൻ്റെ ശക്തിയാ വെളിപ്പെട്ടതെന്ന്.